ഈ ട്രാവല്, അതായത് ഡീസൽ, സ്റ്റേ, പിന്നെ ഫുഡ്, അത്യാവശ്യം വസ്ത്രം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിനിടയ്ക്ക്. അപ്പൊ ഈ കാര്യങ്ങളും പിന്നെ ലീഗൽ സൈഡ് ബെയിലിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയാലും 65 രൂപ മിനിമം അല്ല 70 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ കടം മേടിച്ച് തീർത്തിട്ടുണ്ട്. 70,000 രൂപ ഹോസ്പിറ്റല്, ബെയില്, ഫുഡ്, വസ്ത്രം ചെലവാക്കി, പെട്രോള്, ഹോസ്പിറ്റൽ എല്ലാം കൂടെ. ഫോർച്യൂണർ എവിടെ? ഫോർച്യൂണറിന് വേണ്ടിയിട്ട് ചെയ്തതല്ല ഇതെല്ലാം. വെറും 2.5 ലക്ഷം രൂപയുടെ ഗോൾഡിന് വേണ്ടി ഉണ്ടാക്കിയ പ്രശ്നത്തിലാണ് 70,000 രൂപ ചെലവാക്കിയത്. ഇനി ഇതെല്ലാം തിരിച്ചുണ്ടാക്കണം. അപ്പോൾ അണ്ണൻ്റെ പുതിയ കണ്ടന്റുകൾ വരും. അപ്പോൾ കൂടുതൽ ലേഖ എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് അണ്ണൻ്റെ കണ്ടന്റിലേക്ക് കിടക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് വളരെ കുറവാണ്. നമുക്കൊരു 400 പേര് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 15,000 എന്ന സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടും. 15,000 സബ്സ്ക്രൈബേഴ്സ് എന്ന്. അപ്പോൾ കാണുന്ന ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ ഒരു തുടർ തൊട്ടിട്ട് നമ്മളൊന്ന് 15,000-ലേക്കൊക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ പച്ചവീട്ടിൽ പ്രശ്നേഷ് അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിൻ്റെ രോഹിത്. ഈ പുള്ളിക്കാരൻ വൃത്തി എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ് ഈ പുള്ളിക്കാരൻ കാണിച്ചു വെച്ചത്. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ പണിയെടുത്ത് കാശുണ്ടാക്കി അപ്പനിട്ടിട്ട് പോയെടുത്ത് കുടുംബത്തെ പോറ്റി കുടുംബത്തിൻ്റെ നട്ടെല്ലായി ഉയർന്നു നിന്നിട്ട് ആ നട്ടെല്ല് പുള്ളിക്കാരൻ വലിച്ചൂരിക്കൊണ്ട് വീട്ടിൽ പോയി. പുള്ളിക്കാരന് വീടിൻ്റെ ചെലവുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, അനിയത്തി ഇങ്ങനെ കണ്ടവനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി അനിയത്തിക്ക് ചെലവിന് തരാൻ പറ്റത്തില്ല, അനിയത്തിക്ക് ചെലവിന് തരണമെങ്കിൽ അനിയത്തി ഇറങ്ങിപ്പോയി സമ്പാദിക്കണം, ഫുഡ് മാത്രം ഞാൻ തരും, KFC മേടിച്ച് തരത്തില്ല, വസ്ത്രം മേടിച്ച് തരത്തില്ല, വേറെ ഒന്നും ഞാൻ ചെയ്തു തരത്തില്ല എന്നുള്ള രീതി പറഞ്ഞു. പുള്ളിക്കാരൻ ആക്രമണ സ്വഭാവത്തിലേക്ക് കടന്നു. വൃത്തി കൂടി മറ്റേ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന 2 കീടാനുണ്ടല്ലോ, 2 കീടാനു, ആ 2 കീടാണുക്കൾ പ്രവർത്തിച്ചതാണെന്ന് നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. അങ്ങനെ ഈ അമ്മയും അനിയത്തിയും കൊണ്ട് ഈ പുള്ളിക്കാരനെതിരെ കേസ് കൊടുത്തു. പുള്ളിക്കാരൻ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിനെ തുടർന്ന് ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് വീണ്ടും അമ്മയും പെങ്ങളെയും അധിക്ഷേപിച്ചു. അതോടനുബന്ധിച്ച് ആശാൻ ഒളിവിൽ പോയിരിക്കുകയാണ്. അങ്ങനെ ഒളിവിൽ പോകുക എന്നുള്ള ഒരു നല്ല സാധനം കൂടെ അണ്ണന് കിട്ടിയിട്ടുണ്ട്. ഇനി അണ്ണൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അണ്ണൻ ഒളിവിലെല്ലാം കഴിഞ്ഞ് ബെയിലൊക്കെ കിട്ടി, ജാമ്യമൊക്കെ കിട്ടി തിരിച്ചു വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. എന്റെ വീട്ടുകാർക്ക് എന്നെ കൊടുക്കണം, അകത്താക്കണം, അത്രേ ഉള്ളൂ. അവരുടെ പ്ലാൻ വേറെ എന്താണ്, അതിനപ്പുറത്തുള്ളവരുടെ ലാഭം എനിക്കറിയില്ല. എന്തായാലും ഇപ്പൊ അവർക്ക് എന്നെ വേണ്ട, എന്നെ അകത്താക്കണം, അതാണ് ഇപ്പൊ അവരുടെ പ്ലാൻ. രാത്രി അവരുടെ ആ പ്ലാൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾ കണ്ടാവണം താങ്കളെ അറസ്റ്റിലാക്കിയായി സമാധാനത്തോടൊന്ന് ജീവിക്കണമെന്ന് അവർ ചിന്തിച്ചത്. കാരണം നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്ന നിങ്ങളുടെ ഒരു പ്രകടനമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പലരും കണ്ടതാണ്. ഒന്ന് അനങ്ങിയാലോ തുമ്മിയാലോ മുള്ളിയാലോ വരെ ഡോക്യുമെൻ്റ് ആക്കുന്ന താങ്കൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഡോക്യുമെൻ്റ് ആക്കിയിട്ടില്ല. എന്നാൽ താങ്കളെ കണ്ട് പഠിച്ച, താങ്കൾ ശിഷ്യത്വം കൊടുത്ത താങ്കളുടെ പെങ്ങൾ താങ്കൾ പറയുന്ന പോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ താങ്കളെ പ്രൊവോക്ക് ചെയ്ത് അതെല്ലാം ഡോക്യുമെൻ്റ് ആക്കി അവർക്ക് പ്രൂഫായിട്ട് വെച്ചു. ഈ അമ്മയ്ക്കും മകനും അമ്മയ്ക്കും അനിയത്തിക്കും എന്തോരം സമാധാനക്കേട് താങ്കൾ കൊടുത്തു എന്നുള്ളത് അതിൽ തന്നെ വ്യക്തമാണ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, താങ്കൾ വന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്കൊരു ഒരു സുഖമില്ലായ്മ മനസ്സിലാവും. ഒരു 2.5 ലക്ഷം രൂപയുടെ ഗോൾഡിന് വേണ്ടിയിട്ടാണ് സാർ ഈ പരിപാടി എല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നത്. ഈ 2.5 ലക്ഷം രൂപ അന്ന് സമ്പാദിക്കാവുന്നേ ഉള്ളായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. 2, അമ്മയുടെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് നല്ലൊരു ദാമ്പത്യം കിട്ടാത്തത് കൊണ്ടാണോ എനിക്കത് കിട്ടിയതിന് പ്രശ്നം എന്ന് താങ്കൾ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് താങ്കളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാണ്. അടുത്തൊരെണ്ണം, സ്വന്തം അനിയത്തിക്ക് മറ്റാരാണ്ടൊക്കെ കേട്ടോ ബന്ധമുണ്ട്, അതിൻ്റെ ചാറ്റെന്നും പറഞ്ഞ് എന്താണ്ടൊക്കെയോ കാണിച്ചു. ഇത്തരത്തിൽ താങ്കൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ആ വീട്ടിൽ കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മാതാവും സഹോദരിയും താങ്കൾക്കെതിരെ നിന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. തെറ്റുകളൊക്കെ മനസ്സിലായിക്കോളൂ, ഇപ്പോൾ കാണാൻ മനസ്സിലായിക്കോളൂ. ഏതായാലും തിരിച്ചു വന്നിട്ട് കുറെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ കേൾക്കാം. എനിക്കിപ്പം എന്റെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതല്ലായിരുന്നു, എന്റെ വൈഫിന്റെ കാര്യം സേഫ് ആക്കുക എന്നുള്ളതായിരുന്നു. കാരണം എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നത് എന്നെ മാത്രമല്ല, ഞാൻ ചെയ്യുന്നതിന് ഉത്തരവാദി ഇവളാണെന്നാണ് ഈ നാറിയ സമൂഹം പറഞ്ഞത്. നാറിയ സമൂഹം ഫഹദ് ഫാസിൽ ഒരു ഇതിൽ പറയുമല്ലോ, സൊസൈറ്റി വെറും ആണെന്ന്. ആ സാധനമാണ് അണ്ണം പറയുന്നത്. അതായത് നമ്മൾ ഒരു 100 പേരടങ്ങുന്ന ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. ആ 100 പേരും പറയുന്നു, നീ ചെയ്ത സാധനം തെറ്റാ മോനെ അത് ശരിയായിട്ട് ചെയ്യണം, നീ ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് പറയണം, നീ 100 എണ്ണം വൃത്തികെട്ടവന്മാരാ, നിനക്ക് 100 എണ്ണത്തിന് അറിയത്തില്ല, ഞാൻ ഒരുത്തനാണ് ശരി എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഇത് അങ്ങനെ ആവാം, പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെ ആണെന്ന് തോന്നില്ല. എന്തടേ ഇപ്പം ഒരുത്തന്റെ കയ്യില് അവന്റെ തന്തയോ തള്ളയോ വളർത്തിയത് ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കുന്നതിനകത്ത് ഒരു മര്യാദയുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ തന്തയും തള്ളയും വിളിക്കുന്നത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞാൽ. അങ്ങനെ അനാവശ്യമായിട്ട് ആരെയും വിളിക്കാറില്ല, ആവശ്യമുള്ളവരെയും വിളിക്കാറുണ്ട്, വേറെ കാര്യം. പക്ഷെ ഒരാളുടെ കയ്യിൽ നിന്റെ വീട്ടുകാർ നിന്നോടുള്ള പാരന്റിങ് ശരിയല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ അല്ല
നിന്റെ വൈഫിന്റെ വൈഫിങ് ശരിയല്ലേ എന്ന് ചോദിക്കുന്നത്. അതൊക്കെ എന്നാ വർത്താനം? എന്നാ വർത്താനവാടാ, അതിൻ്റെയൊക്കെ ആവശ്യം എന്താടാ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തേനും പ്രിയ സുഹൃത്തെ മനസ്സിലാക്കുക, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. നമ്മൾ താങ്കളുടെ വിഷയമായിട്ട് പറയുന്നത്, നമ്മളത് ഞാൻ ചുമ്മാ അഭിസംബോധന ചെയ്യുന്നുള്ളൂ. താങ്കളുടെ വീട്ടിൽ താമസിക്കുന്നു. താങ്കളുടെ പിതാവ് ഇട്ടിട്ട് പോയി. താങ്കളുടെ കുടുംബത്തിന്റെ ഭാരമെല്ലാം തോളിലേറ്റി ആ കുടുംബത്തെ നല്ല രീതിയിൽ യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാതെ താങ്കൾ നട്ടല് വെള്ളമാക്കി പണിയെടുത്ത് ആ ഉണ്ടാക്കിയ പണത്തിൽ ആ വീടിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ആ കുടുംബം മുന്നോട്ട് പോകുന്നു. താങ്കളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. ഈ പെൺകുട്ടി തീർച്ചയായിട്ടും താങ്കളുടെ ഭാര്യ താങ്കളുടെ ജീവിതത്തിൽ പല തരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പുള്ളിക്കാരി ഇൻഫ്ലുവൻസറാണ്, എന്നാലും ഇങ്ങനെയും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും നാളും താങ്കൾ ആ കുടുംബത്തെ നോക്കിക്കൊണ്ട് പോയൊരു രീതി, എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഈ കുടുംബത്തിനെ ഞാൻ നേരെ നിർത്തണം എന്ന് ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്ന താങ്കൾ പെട്ടെന്ന് ഇനി അവൾക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ചു തരത്തില്ല, KFC ഞാൻ മേടിച്ചു തരത്തില്ല, അവൾ ഇറങ്ങിപ്പോയി പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയോളം മേടിച്ചു, ഇനി എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഇനി ഞാൻ തരത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും കല്യാണത്തിന് ശേഷം താങ്കൾക്ക് വരുന്ന മാറ്റത്തിന് ഭാര്യയെ മാത്രമേ കുറ്റം പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിന് ഇദ്ദേഹം ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്, എക്സാമ്പിളിലേക്കൊക്കെ വരാം. എന്നാലും ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഭാര്യ വന്നപ്പോഴത്തേനും മേ ബി ഭാര്യയുടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം എന്ന് വീട്ടുകാർ അനലൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. താങ്കൾക്ക് ഇങ്ങനെ മാറ്റം വരുമ്പോഴത്തേനും മാറ്റത്തിനൊരു കാരണം വരണമല്ലോ. ചുമ്മാ ഇരുന്ന സമയത്ത് തലയിൽ വന്ന ആപ്പിൾ വീണിട്ട് മാറ്റം വന്നല്ലോ, എന്തോ ഒരു മാറ്റം വന്ന് അത് ഇതാണെന്നാണ് പറയുന്നത്. അത് നമ്മുടെ സമൂഹത്തിലെ ഒരു വെപ്പ് തന്നെയാണ്. അത് സൊസൈറ്റി വെറും ആയതുകൊണ്ടല്ല, അതങ്ങനെയാണ്. അതെന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ബോധമുണ്ടാ, കുറച്ചൊക്കെ മാന്യത ഉണ്ടാ? അതായത് ഇപ്പം ഒരാള് എൻ്റെ പൊന്നെ, നീ ആർക്കാണ് ഈ ബോധമുണ്ടോ മാന്യത ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത്? നമുക്കാ? അതോ സ്വന്തമായിട്ട് ചോദിക്കണോ? പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ബോധമുണ്ടോ, മാന്യത ഉണ്ടോ? താങ്കൾ മാന്യമായിട്ട് സ്വന്തം സഹോദരിയെക്കുറിച്ച് പറയാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണോ സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞത്? താങ്കൾക്ക് എന്തൊക്കെ പറയണമെന്നുള്ള ബോധമുണ്ടോ? പഴം സാനിറ്റൈസർ അടിച്ച് തിന്ന ടീമല്ലേ? പറയും ബോധമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്നതിന്റെ പേരിൽ അയാളെയാണ് അതിൽ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്, അല്ലെ അതിന് അയാളാണ് ഉത്തരവാദി. അതിനകത്ത് അയാളുടെ ഭാര്യ എങ്ങനെ ഉത്തരവാദിയാണ്? ഈ പെണ്ണ് കിട്ടാത്ത കുറെ മൊണ്ണകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, അവന്മാരാണെന്ന് തോന്നി ഈ കരച്ചിലും പിടിച്ചിലും ഒക്കെ നടത്തുന്നത്. അല്ലാണ്ട് എനിക്ക് ഇതിനകത്ത് വേറൊരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. ലോജിക്ക് പറഞ്ഞുതരാം. ആദ്യം പെണ്ണ് കിട്ടാത്ത മൊണ്ണകളായിരിക്കും ഇതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേനും വീണ്ടും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. സ്വാഭാവികമായിട്ടും താങ്കളുടെ ഭാര്യയെ പറയുമ്പോൾ താങ്കൾക്കത് നല്ല രീതിയിൽ കൊള്ളാനുള്ള സാധ്യതയുണ്ട്, തിരിച്ച് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാര്യമാരോടും വീട്ടുകാരോടും സ്നേഹമുള്ളവർ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഭാര്യയോട് മാത്രം സ്നേഹമുള്ളവർ പെരുമാറുമ്പോൾ ഇങ്ങനെയും പെരുമാറും, വീട്ടുകാരെ തള്ളി പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ താങ്കളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. സ്വന്തം ഭാര്യയെ പറയുമ്പോഴത്തേനും താങ്കൾക്ക് കൊള്ളും. ഇതിനകത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിനും സോഷ്യൽ മീഡിയയിൽ വളരെ 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 മ്ലേച്ഛകരമായ പേരാണ്. ആ മ്ലേച്ഛകരമായ പേരിൽ നിങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും നിങ്ങൾക്ക് മ്ലേച്ഛകരമായ സാധനങ്ങൾ മാത്രമേ കിട്ടൂ. അത് നമ്മൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വാരിക്കോരി നെഞ്ചത്തെടുത്തിട്ടിട്ട് പോപ്പുലറായിട്ട് പണം ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് നമ്മളിത് ചിന്തിക്കണമായിരുന്നു. ഇപ്പം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പുള്ളിക്കാരൻ എന്നിട്ട് പോലീസിനെ കുറ്റം പറയുന്നുണ്ട്. പോലീസുകാർ വിളിച്ചു വരുത്തി വന്നിട്ട് സൈൻ ചെയ്തിട്ട് നേരെ ജയിലിലേക്ക് കള്ളത്തരം കാണിച്ച് അറസ്റ്റ് ചെയ്യാൻ നോക്കി, ഞങ്ങളെ ഉടായിപ്പിക്കാൻ നോക്കി. ഞാൻ നെഞ്ചും വിരിച്ച് പോയേനെ. നെഞ്ചും വിരിച്ചൊന്നും പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് ബെയിലിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെയിൽ എടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ബെയിൽ അപ്ലൈ ചെയ്യുക, ബെയിൽ ജാമ്യം കിട്ടി കഴിയുമ്പോൾ ഇറങ്ങുക. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സാധനമാണ്. ആ സമയം കൊണ്ട് പോലീസ് നിങ്ങളെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തൂക്കിയാത്രത്തോണ്ട് പോകും. ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ സൈഡിൽ മിസ്റ്റേക്ക് അവർ സമ്മതിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അവരുടെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ട്, അവരത് സമ്മതിച്ചു. ഇങ്ങനെ മനസ്സിലാക്കുക. എന്ത് മിസ്റ്റേക്ക് അവർ സമ്മതിച്ച മിസ്റ്റേക്ക് നമുക്ക് കേൾക്കാം. ആ കുട്ടിയുടെ റിലേഷനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പറയിപ്പിച്ചു, ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. പക്ഷെ ഞങ്ങൾ പറയിപ്പിച്ചതല്ല ഈ വിഷയം. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ അച്ഛനും അമ്മയും അച്ഛൻ കൂടില്ലല്ലോ, അമ്മയും പെങ്ങളും നിങ്ങളെ ചെരുപ്പൂരി അടിച്ചു എന്നൊക്കെയുള്ള സാഹചര്യം, അല്ലെങ്കിൽ ഗുണ്ടകളെ വെച്ച് തല്ലിച്ചു, മറ്റേ ഗുണ്ടിയെ വെച്ച് തല്ലിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യം വലിച്ചിട്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായൊരു മൂവാണ്. അവരല്ല ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിട്ടത്. ഈ വിഷയങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അഡ്രസ്സ് ചെയ്ത് നിങ്ങളാണ്. അത് ചെയ്യാൻ പാടില്ല എന്നൊരു ബോധം നിങ്ങൾക്ക് ഇല്ലാതെ പോയതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ തെറ്റാണെന്ന് ഇവർ മനസ്സിലാക്കി. അനിയത്തി ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, പക്ഷേ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ അഡ്രസ്സ് ചെയ്തവർക്ക് തെറ്റാണെന്ന് മനസ്സിലായി. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഇനിയെങ്കിലും അത് ചെയ്യാതിരിക്കുക. അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ക്ഷമയും ചോദിക്കുന്നുണ്ട്. നമ്മളൊരു കാരണവശാലും ഇപ്പോൾ ഒരു കഷായം ഗ്രീഷ്മയെ കുറിച്ചിട്ട് ഏതിനെ കൊണ്ട് ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നേ? താങ്കളുടെ അനിയത്തിയാണോ ഈ കഷായം ഗ്രീഷ്മയായിട്ട് കമ്പയർ ചെയ്യുന്നേ? സിറപ്പ് നീ രക്ഷപ്പെടും മോനെ. പറ കഷായം ഗ്രീഷ്മ. പുള്ളിക്കാരി കല്യാണം കഴിക്കാത്ത ഒരു റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. കാരണം അവൾ റാങ്ക് ഹോൾഡറാണ്.
അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അനാവശ്യമായിട്ടുള്ള അപ്പൊ ഇത് അനാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ സമ്മതിച്ച് അനാവശ്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തെന്ന് സമ്മതിച്ചു. ഇനി വിശാല മനസ്കനായ ആശാൻ, അതായത് പെങ്ങള്, പുള്ളിക്കാരനോട് ക്ഷമിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇവർ ഫോർച്യൂണർ എടുക്കുന്നവരെ ഇതിങ്ങനെ പോകും. ഇത് ശരിക്കും ഫോർച്യൂണർ ഒന്നും അല്ലേ. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇത്രയും കുടുംബത്തെ ഇട്ട് നാറ്റിയെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപയുടെ ഗോൾഡ് നാറ്റിക്കരുതായിരുന്നു. ഒരു 10-60 ലക്ഷം രൂപയുടെ മാറ്റിയിട്ടായിരുന്നു ഓക്കെ ആയിരുന്നു. 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുടുംബത്തിന്റെ അടിത്തറ വരെ ഇളക്കി കളഞ്ഞു. ഇത് ഇപ്പോൾ താങ്കളുടെ അമ്മയും സഹോദരിയും ചിന്തിക്കുന്നത് താങ്കളെക്കാട്ടിലും ഭേദം താങ്കളുടെ അച്ഛനായിരുന്നു എന്നുള്ള സാധനം തന്നെയായിരിക്കും. കാരണം അത്രയും നല്ല 6 വർഷം ആ കുടുംബത്തെ നോക്കിയതിൻ്റെ കണക്കാണ് താങ്കൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വന്നിരുന്നിട്ട് 60,000 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണക്ക് പറയാനാണ് നോക്കല്ലോ മോനെ, അവർ ജീവിച്ചോളൂ. ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യണില്ല. പിന്നെ നമ്മുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മളെ കുറിച്ച് നല്ല രീതിയിൽ ഇവരെ ഡിഫേമേഷൻ ചെയ്തിട്ടുണ്ട്. അവരെ ഡിഫേമേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുത്തേക്കുന്നത്. അവർ നല്ല രീതിയിൽ എനിക്ക് സ്വർണ്ണത്തിൽ കണ്ണുണ്ടായിരുന്നു, കാലാകാലങ്ങളായിട്ട് എനിക്ക് സ്വർണ്ണത്തിൽ നോട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ ഇത്രയും കാലം സ്വർണ്ണം എന്തുകൊണ്ട് എവിടെയും പോയില്ല? അത് ബാങ്കിൽ പണയത്തിരുന്നുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ അമ്മ നിധി കേൾക്കുന്ന ഭൂതത്തെ പോലെ ആ സ്വർണ്ണത്തെ കാത്തു സൂക്ഷിച്ചിരുന്നുകൊണ്ട് പോയില്ല. നമുക്ക് വരുത്താലോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പുള്ളി പറയുന്നത് ശരിയാണ്, ഇദ്ദേഹത്തിന്റെ സൈഡിലാണ് ന്യായം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ അവരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഈ ശാരീരികമായി ഉപദ്രവിച്ചു, അല്ലെങ്കിൽ മാനസികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നിയമം സ്ത്രീകളുടെ കൂടെ നിൽക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ തെളിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ താങ്കൾ കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങളും താങ്കൾ സോഷ്യൽ മീഡിയ ഒന്ന് വിളിച്ചു പറഞ്ഞ കോപ്രായങ്ങളും ഒക്കെ കാണുമ്പോൾ താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ക്ഷമിച്ചാളാ, എന്നോടങ്ങ് ക്ഷമിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാണിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഇത്രയും കാലമായിട്ട് എനിക്ക് നോട്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഇട്ടേച്ചും പോയിട്ട്, എന്നെ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ ഇട്ടേച്ചും പോയിട്ട് 6 വർഷത്തോളമായി. ഈ 6 വർഷമായിട്ട് ഈ സ്വർണ്ണമൊക്കെ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? ഒരു 6 വർഷമേ താങ്കൾ ഈ സ്വർണത്തിൽ കണ്ണു നട്ടിരുന്നുള്ളൂ. 6ാമത്തെ വർഷമായപ്പോഴത്തേനും നമ്മൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അതാണ് നമ്മൾ മാനിക്കേണ്ടത്. അപ്പൊ അച്ഛൻ എത്ര കാലം നോക്കി, അപ്പൊ അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സ്വർണ്ണമാണ് ഇതെല്ലാം. ഇവര് വീടിന് ഡെപ്പോസിറ്റ് അടച്ച 7 ലക്ഷത്തിനകത്ത് 2.5 ലക്ഷമാണ് ഈ പുള്ളിക്കാരൻ്റെ. 2.5 ലക്ഷം എന്ന് പറഞ്ഞാൽ എന്താ സ്വർണം പണയം വെച്ചത്? 5 ലക്ഷം എങ്ങനെ അച്ഛൻ ജീവിതാംശം കൊടുത്തത്? മൊത്തം അച്ഛനെ അങ്ങ് തേച്ചിട്ട് അച്ഛനെ കുറെ കുറ്റവും പറഞ്ഞിട്ട് എനിക്ക് കണ്ണില്ല, എനിക്ക് പണം വേണ്ട, എനിക്ക് സ്വത്ത് വേണ്ട കൊടുത്തു അല്ലെങ്കിൽ പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നമ്മളെ മാക്സിമം ക്രൂസിഫൈ ചെയ്യുവാണ്, അല്ലെ ആക്രമിക്കുവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ക്രൂസിഫൈ മീൻസ് കുരിശ് തറയ്ക്കുക. അറിയാലോ, പുള്ളിക്കാരനെ കുരിശ് തറച്ചു. അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അങ്ങനെ പരാതി കൊടുപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകരുതായിരുന്നു മോനെ. എൻ്റെ വീട് പോറ്റാൻ വേണ്ടി പോലും എൻ്റെ കൂടെ എൻ്റെ വൈഫും കിടന്ന് ഓടി നമ്മൾ അന്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. ആ പോറ്റിയ പോറ്റലാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരുന്നത്. ഈ പുള്ളിക്കാരൻ 6 വർഷം കൊണ്ട് എന്തൊക്കെ മേടിച്ചു കൊടുത്തു, എപ്പോഴൊക്കെ മേടിച്ചു കൊടുത്തു, ഏതൊക്കെ പൈസ ആരൊക്കെ എവിടൊക്കെ ചോദിച്ച്, അവർ ഫോണിൽ എന്തൊക്കെ റീചാർജ് ചെയ്ത്, സകല കണക്കുകളും ബില്ല് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അത് കണ്ടായി. അപ്പോൾ പോറ്റിയ കഥ പറയാതിരിക്കുന്നതായിരിക്കും ഉചിതം. എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഇത്രയും കാലം എൻ്റെ ഇവളുടെ അധ്വാനത്തിൽ കഴിഞ്ഞ വീടാണ്. ഇപ്പൊ എന്നെ ഇവളെ ആവശ്യമില്ലാതെ ചവിട്ടി പുറത്താക്കി ആൾക്കാരെ തല്ലി മേടിച്ചെന്ന് കൊല്ലിക്കാൻ നോക്കിച്ച് ഇപ്പൊ ജയിലിലാക്കാൻ നോക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം നമ്മൾ മറ്റേ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഒക്കെ റീചാർജ് ചെയ്ത് അതിനകത്ത് സിനിമയെ കണ്ടു തീരുമ്പോൾ അടുത്ത മാസം എനിക്ക് പറയും ഇനിയിപ്പം ഇതൊന്നും റീചാർജ് ചെയ്യണ്ട, ഇനി മറ്റേ അടുത്ത സാധനം റീചാർജ് ചെയ്താൽ മതി പറയും. അപ്പൊ ഈ ഹോട്ട്സ്റ്റാർ ഒക്കെ റീചാർജ് ചെയ്താൽ മതി. അല്ല, അങ്ങനെ മാറിയായിരുന്നു. അതങ്ങനെയല്ലേ, നമ്മൾ നെറ്റ്ഫ്ലിക്സ് ഡൗൺലോഡ് ചെയ്തു, കണ്ടു, അതിനകത്തെല്ലാം തീർന്നു, വീണ്ടും ഇത് തന്നെ നമ്മൾ വേണ്ടി വരുന്നതാണ്. പിന്നെ നമ്മൾ ഇത് തന്നെ കാണണം. റീവാച്ചബിൾ സാധനമാണ്, കണ്ടോണ്ടിരിക്കണം, വേറൊന്നും റീചാർജ് ചെയ്യില്ലേ. ഈ നെറ്റ്ഫ്ലിക്സ് റീചാർജിന് എത്ര രൂപയോ, ഹോട്ട്സ്റ്റാർ റീചാർജിന് സ്വന്തം വീട്ടിലേക്ക് മുടക്കിയതിന്റെ കണക്കാണ് ഈ പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്ത് പോലും. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കും, ദൈവമേ എനിക്കൊരു സിനിമ കാണാൻ പറ്റണല്ലോ, നമ്മളൊന്നും ഇരിക്കാനുള്ള അവസരം കിട്ടണില്ലല്ലോ. ഇരിക്കാൻ പോയിട്ട് കുറ്റം പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടില്ല. പിന്നെ ഇരിക്കുന്ന നാട്ടുകാരനെയും വീട്ടുകാരനെയും കടക്കാരനെയും ആങ്കറിനെയും ടിഷ്യൂനെയും കീടാനുവിനെയും വരെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് അവിടെ സിനിമ കാണാൻ സമയം. അങ്ങനെയാണ് നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. ഞാനും ഇവളും കേട്ടോ ഒരേപോലെയാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്. ഒരുമിച്ചാണ് ഞങ്ങൾ വീട്ടുകാർക്ക് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഈ പ്രശ്നം വന്നുകൊണ്ടത് ഞങ്ങൾക്ക് നല്ലപോലെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടി. കുറച്ചു നാളും കൂടെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പെട്ടെന്ന് റെസ്റ്റ് ഇൻ പീസ് ആവാതിരിക്കുക. റെസ്റ്റ് എടുക്കുക, നല്ലോണം റെസ്റ്റ് എടുത്തു. ഈ ട്രാവല്, അതായത് ഡീസൽ, സ്റ്റേ, പിന്നെ ഫുഡ്, അത്യാവശ്യം വസ്ത്രം, ഇങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിനിടയ്ക്ക് അപ്പൊ ഈ കാര്യങ്ങളും പിന്നെ ലീഗൽ സൈഡ് ബെയിലിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയാലും 65 രൂപ മിനിമം അല്ല 70 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തീർന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ കടം മേടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തിരിച്ചുണ്ടാക്കാനായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ തിരിച്ചുണ്ടാക്കാൻ നോക്കുമ്പോൾ പണിയില്ല. ഇവരുടെ ട്രാഷ് പിക്കർ വീട്ടുകാർ പിടിച്ചു മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അതെല്ലാം തിരിച്ച് കിട്ടിയിട്ട് വേണം പുതിയ വീഡിയോ ഉണ്ടാക്കാനായിട്ട്, പുതിയ കണ്ടന്റ് അല്ലല്ലോ, വൃത്തിയാക്കി ഇതാക്കാനായിട്ട്. മറ്റേ ആലപ്പുഴ ബീച്ചിൽ പോയിട്ട് സിറിഞ്ച് പെറുക്കാനായിട്ട് അത് നല്ല കാര്യം കേട്ടോ. പക്ഷെ സിറിഞ്ച് പെറുക്ക് നോക്കാം, നമ്മൾ
നമ്മൾ പലതരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നു, പലയിടത്തും പല ആപ്പുകൾ കാണും. ഈ ആപ്പ് എടുത്ത് വെല്ലവൻ്റെ നെഞ്ചത്ത് ഇത്ര നാൾ തിരികൊണ്ടിരുന്നിട്ട് വെല്ലവൻ്റെ നെഞ്ച് കിട്ടാതാകുമ്പോൾ അതെടുത്ത് സ്വന്തം കുത്തിക്കയറ്റുന്നൊരു സാധനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഫെയിം ആഗ്രഹിക്കുന്നവരെല്ലാം ഇതൊന്ന് കണ്ടുവച്ചു. അതായത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് മറക്കില്ല കേട്ടോ. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ.